നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ? നല്ലൊരു ജീവിതം, നല്ലൊരു ജോലി, നല്ലൊരു ഭാവി. പക്ഷേ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അതൊക്കെ എങ്ങനെ നേടാമെന്ന്. എന്നാൽ വലിയ വിജയം നേടിയവരൊക്കെ പറയുന്നത് വിജയം ആദ്യം ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണെന്നാണ്. ഈ ഒരു പവറിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ എന്നാൽ വെറും ഒരു സ്വപ്നം കാണൽ മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം സംഭവിച്ചതുപോലെ അത് മനസ്സിൽ അനുഭവിക്കാൻ പറ്റണം. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ സന്തോഷത്തിലാണ്, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ കാണുക, ഇതാണ് വിഷ്വലൈസേഷൻ. ഇത് വെറുമൊരു മോട്ടിവേഷൻ ഐഡിയ അതൊന്നുമല്ല. ഇതിനു പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഈ സിസ്റ്റം നമ്മുടെ ശ്രദ്ധ എന്തിനാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലായിടത്തും ആ കാർ കാണാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ബ്രെയിൻ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ലക്ഷ്യത്തെ പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ അവസരങ്ങൾ കാണിച്ചു തരാൻ തുടങ്ങുന്നു. നമ്മുടെ പ്രവർത്തനവും അതിനനുസരിച്ച് മാറും. ലോക പ്രശസ്ത ബോക്സർമാരിൽ ഒരാളായ മുഹമ്മദ് അലി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വിചിത്ര സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സരം തുടങ്ങുന്നതിനു മുന്നേ അദ്ദേഹം പറയും, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. പലരും അതിനെ അഹങ്കാരമായി കരുതി. എന്നാൽ അതൊരു പവർഫുൾ വിഷ്വലൈസേഷൻ ടെക്നിക്കായിരുന്നു. ഇനി എങ്ങനെ വിഷ്വലൈസേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്ന് നോക്കാം. ദിവസവും ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും. ശാന്തമായ ഒരിടത്തിരുന്ന് കണ്ണടയ്ക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം വളരെ വ്യക്തമായി മനസ്സിൽ കാണുക. ആ അനുഭവം മനസ്സിൽ അനുഭവിക്കുക. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ സന്തോഷത്തിലാണ്. ഇത് എല്ലാ ദിവസവും ആവർത്തിക്കുക. ഒരു കാര്യം കൂടി, നമ്മുടെ ബ്രെയിനിന് ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ നമ്മുടെ വിശ്വാസത്തെയും പ്രവർത്തനത്തെയും മാറ്റുന്നത്. ലോകത്തിലെ വലിയ വിജയങ്ങൾ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിയുന്ന ഒരു ജീവിതം, അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായിട്ട് ജീവിക്കാനും കഴിയും. നിങ്ങളുടെ ജീവിതം ഇന്നുള്ള ചിന്തകളുടെ ഫലമാണ്. അതിനാൽ നാളെ നല്ല ജീവിതം വേണമെങ്കിൽ ഇന്ന് നല്ലതായി ചിന്തിക്കാൻ തുടങ്ങൂ.